എല്ലാവർക്കും നമസ്കാരം. അപ്പോ യെസ് ബാങ്കിന്റെ ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന കാര്യമാണ് ബാങ്കിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നുവെന്ന്, അല്ലേ? ശരി, നമുക്ക് ഈ നമ്പറുകളൊക്കെ ഒന്ന് പൊളിച്ചടുക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇതാണ് ആ ഒഫീഷ്യൽ ഡോക്യുമെന്റ്. ജാനുവരി 17, 2026 പുറത്തിറങ്ങിയ റിപ്പോർട്ടാണിത്. ബാങ്ക് എന്തു ചെയ്തു, എങ്ങനെ പെർഫോം ചെയ്തു എന്നതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇതിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ ഏതൊരു ബാങ്കിന്റെ റിപ്പോർട്ട് എടുത്തു നോക്കിയാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ സ്റ്റാൻഡ് അലോൺ, കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞ് രണ്ട് സെറ്റ് നമ്പറുകളുണ്ടാകും. സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞാൽ അത് യെസ് ബാങ്കിന്റെ മാത്രം കണക്കാണ്. പക്ഷെ കൺസോളിഡേറ്റഡ് എന്ന് പറയുമ്പോൾ അവരുടെ സബ്സിഡിയറികളുടെ, അതായത് മറ്റ് കമ്പനികളുടെ പെർഫോമൻസ് കൂടി അതിൽ വരും. അപ്പോൾ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ കൺസോളിഡേറ്റഡ് റിസൾട്ട്സ് ആണ് നോക്കേണ്ടത്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ റിപ്പോർട്ട് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ 4 ഭാഗങ്ങളായിട്ടാണ് നോക്കുന്നത്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കണക്കുകൾ, പിന്നെ ഈ ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കും. അത് കഴിഞ്ഞ് ഓഡിറ്റർമാർ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നും, അവസാനം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക അവസ്ഥയുമായി ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാമെന്നും നമ്മൾ പരിശോധിക്കും. ശരി, നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആ ഹെഡ്ലൈൻ നമ്പറുകൾ. ഈ ക്വാർട്ടറിൽ ബാങ്കിന്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? ദാ നോക്കൂ, ഈയൊരു ക്വാർട്ടറിൽ പലിശ ഇനത്തിൽ മാത്രം ബാങ്കിന് കിട്ടിയത് ഏകദേശം 7,552 കോടി രൂപയാണ്. ഒരു ബാങ്കിന്റെ മെയിൻ പണി എന്താ? ലോൺ കൊടുക്കുക, പലിശ വാങ്ങുക, അല്ലേ? അപ്പൊ ഈയൊരു കണക്ക് കാണിക്കുന്നത് ബാങ്കിന്റെ കോർ ബിസിനസ് എത്ര സ്ട്രോങ് ആണെന്നാണ്. വെറും വരുമാനം മാത്രം കിട്ടിയാൽ മതിയോ? പോരല്ലോ, ലാഭം വേണ്ടേ? അവിടെയാണ് ശരിക്കും ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ഉള്ളത്. ഇവിടെ നോക്കൂ, ഓരോ ഷെയറിന്മേലുള്ള വരുമാനം, അതായത് EPS, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 20 പൈസയായിരുന്നത് ഇപ്പോൾ 30 പൈസയായി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ അസറ്റ്സ്, അതായത് ബാങ്കിന്റെ കയ്യിലുള്ള ആസ്തി വെച്ച് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതിന്റെ കണക്ക്, അതും 0.6% നിന്ന് 0.9% മെച്ചപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാഭത്തിന്റെ കാര്യം ഒരു വശത്ത് നിൽക്കട്ടെ, ഒരു ബാങ്കിന്റെ ശരിക്കുള്ള ഹെൽത്ത് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ കിട്ടാക്കടത്തിന്റെ കണക്കുകൾ നോക്കണം. ടെക്നിക്കലായി പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ് അഥവാ NPA. ഇനി ഈ NPAയിൽ തന്നെ ഗ്രോസ് NPA, നെറ്റ് NPA എന്ന് രണ്ടെണ്ണമുണ്ട്. ഗ്രോസ് NPA എന്ന് പറഞ്ഞാൽ മൊത്തം കിട്ടാക്കടത്തിന്റെ ഒരു കണക്കാണ്. പക്ഷെ ബാങ്കുകൾ എപ്പോഴും സ്മാർട്ടാണ്. അവരെന്തു ചെയ്യും? ഇങ്ങനെയുള്ള കടങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് കുറച്ച് പൈസ മുൻകൂട്ടി അതിനായിട്ട് മാറ്റിവെക്കും, ഒരു സേഫ്റ്റി നെറ്റ് പോലെ. ഈ മാറ്റിവെച്ച പൈസ കുറച്ചു കഴിഞ്ഞുള്ള കണക്കാണ് നെറ്റ് NPA. അതാണ് ബാങ്കിന് ശരിക്കുമുള്ള റിസ്ക് എത്രയാണെന്ന് കാണിക്കുന്നത്. അപ്പോ യെസ് ബാങ്കിന്റെ കാര്യം എടുത്താലോ? ഇവിടെ നോക്കൂ, ഗ്രോസ് NPA 1.5%. പക്ഷെ നെറ്റ് NPAയോ അത് വെറും 0.3% മാത്രമാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? 1, ബാങ്കിന്റെ ലോൺ ബുക്കിന്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്. 2, കിട്ടാക്കടങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ആ പ്രൊവിഷനിംഗ് വളരെ ശക്തമാണ്. ഓക്കെ, അപ്പോ ഈ നമ്പറൊക്കെ കൊള്ളാം. പക്ഷേ ഈ പണമൊക്കെ ശരിക്കും എവിടുന്നാണ് വരുന്നത്? ബാങ്കിന്റെ ഏതൊക്കെ സെഗ്മെന്റുകളാണ് ഈ പ്രകടനത്തിന് പിന്നിൽ? നമുക്കൊന്ന് നോക്കാം. യെസ് ബാങ്കിന്റെ വരുമാനം പ്രധാനമായും 3 ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. 1, റീറ്റെയിൽ ബാങ്കിംഗ്, അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളത്. 2, കോർപ്പറേറ്റ് ബാങ്കിംഗ്, ഇത് വലിയ കമ്പനികൾക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ ട്രഷറി. ഈ കണക്കുകൾ നോക്കിയാൽ കാണാം, റീറ്റെയിൽ ബാങ്കിംഗ് ആണ് ഏറ്റവും മുന്നിൽ. ഈ ചാർട്ട് കണ്ടാൽ സംഭവം ക്ലിയർ ആവും. മൊത്തം വരുമാനത്തിന്റെ 45% വരുന്നത് റീറ്റെയിൽ ബാങ്കിങ്ങിൽ നിന്നാണ്, അതായത് നമ്മളെപ്പോലുള്ള സാധാരണ ഉപഭോക്താക്കളിൽ നിന്ന്. ഇത് ശരിക്കും നല്ലൊരു കാര്യമാണ്. കാരണം കോർപ്പറേറ്റ് ബിസിനസ്സിനേക്കാൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വരുമാന മാർഗമാണിത്. അപ്പോ കണക്കുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഈ കാണുന്ന കണക്കുകളൊക്കെ നമുക്കങ്ങ് വിശ്വസിക്കാൻ പറ്റോ? ആരാണ് ഇതിനൊരു ഗ്യാരണ്ടി തരുന്നത്? അതെ, ഏതൊരു നിക്ഷേപകന്റെയും അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വായിക്കുന്ന ആളുടെയും മനസ്സിൽ വരുന്ന സ്വാഭാവികമായൊരു ചോദ്യമാണിത്. അതിനുള്ള ഉത്തരമാണ് ഈ ലിമിറ്റഡ് റിവ്യൂ റിപ്പോർട്ട്. ഇതിനെ നമുക്ക് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഹെൽത്ത് ചെക്കപ്പ് എന്ന് തീർച്ചയായും പറയാം. പുറത്തുനിന്നുള്ള എക്സ്പേർട്സ് വന്ന് ഈ കണക്കുകളൊക്കെ നോക്കിയിട്ട് ഓക്കെ, ഇതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുറപ്പു തരുന്ന ഒരു പ്രോസസ്സാണിത്. യെസ് ബാങ്കിന്റെ കാര്യത്തിൽ ഒരു സ്ഥാപനമല്ല, 2 സ്വതന്ത്ര ഓഡിറ്റിംഗ് സ്ഥാപനങ്ങളാണ് ഈ കണക്കുകൾ പരിശോധിച്ചത്. ഇത് കൂടുതൽ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്താൻ സഹായിക്കും. ഇതാണ് അവരുടെ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ വലിയ വാചകത്തിന്റെ അർത്ഥം സിമ്പിളാണ്. ഞങ്ങൾ ഈ കണക്കുകളെല്ലാം പരിശോധിച്ചു,
ഞങ്ങളുടെ അറിവിൽ ഇതിൽ തെറ്റായ രീതിയിൽ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന്. അതായത് കണക്കുകൾക്കൊരു ക്ലീൻ ചിറ്റ് കിട്ടി എന്ന് സാരം. ഓക്കെ, ഇതുവരെ നമ്മൾ ബാങ്കിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഇനി നമുക്കൊന്ന് പുറത്തേക്ക് നോക്കാം. കാരണം ഒരു ബാങ്കിന്റെ വളർച്ച അത് പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കും. ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബാങ്കും ഒരു ശൂന്യതയിലല്ല പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ ഇക്കോണമി നന്നായി പെർഫോം ചെയ്താൽ അത് ബാങ്കുകൾക്ക് ഗുണം ചെയ്യും. തീർച്ച. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. IMFന്റെ പ്രവചനങ്ങളനുസരിച്ച് ലോകത്തിലെ വലിയ സമ്പദ്വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളരാൻ പോകുന്നത് ഇന്ത്യയാണ്. കണ്ടില്ലേ, 6.2%. അതായത് ബാങ്കിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം, ആ എക്കണോമിക് സാഹചര്യം വളരെ അനുകൂലമാണ്. ഇത് യെസ് ബാങ്കിനെ പോലുള്ള ബാങ്കുകൾക്ക് മുന്നോട്ടു പോകാൻ കിട്ടുന്ന ഒരു വലിയ ബൂസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ അവസാനം ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഇത്രയും ശക്തമായി മുന്നോട്ട് കുതിക്കുമ്പോൾ ആ ഒരു വളർച്ചയുടെ ഭാഗമാകാനും അത് ശരിക്കും മുതലെടുക്കാനും യെസ് ബാങ്കിന് കഴിയുമോ? എന്തായാലും അതിനുള്ള ഉത്തരമറിയാൻ നമ്മൾ അടുത്ത ക്വാർട്ടറിലെ കണക്കുകൾക്കായി കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം.